നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പുലാവാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനായി ആദ്യം തന്നെ അരി ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് എടുക്കാം. ഇനി ഇത് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇന്നത്തെ പുലാവ് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആട്ടോ. അതായത് ഞാനിവിടെ കുറച്ച് സോയ ചങ്ക്സും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. അന്നേരം സോയ ചങ്ക്സ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഈ സമയം കൊണ്ട് മിക്സിയിലെ ചെറിയ ജാറിലോട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, ഇവയെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക. അതായത് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഇതുപോലെ ചെറിയ തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഈ സമയം കൊണ്ട് സോയ ചങ്ക്സ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത്, അതായത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് അത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം സോയ ചങ്ക്സ് എൻ്റെ കയ്യിലുള്ളത് കുറച്ച് വലുതാണ്. ചെറിയ സോയ ചങ്ക്സ് ആണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വലുതായതുകൊണ്ട് തന്നെ ഞാൻ 2-3 പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുലാവ് തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നല്ല ചൂട് കട്ടിയുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഹോൾ സ്പൈസസ് ചേർക്കാം. 3 ഏലം, 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഗരം മസാലയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ നീളത്തിൽ 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഒരു ഇടത്തരം സവാള നീളത്തിൽ കട്ട് ചെയ്തേക്കും കൂടെ ചേർക്കാം. ഇനി ഇതൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം. കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്തെടുക്കാം. കരിവേപ്പില ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ പുതിന ഇല ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നോക്കൂ, സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്തെടുക്കാം. ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ചേർത്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് നമ്മൾ നേരത്തെ ചേർത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരണം. ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്തെടുക്കാം. ഞാനിവിടെ ബീൻസ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ടറ്റോ, ഒരു ചെറിയ പൊട്ടറ്റോയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതും കൂടി ചേർക്കുന്നുണ്ട്. ബീൻസിനും പൊട്ടറ്റോയിനും കുറച്ചധികം വേവ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു ചെറിയ പീസ് ക്യാരറ്റ് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതും കൂടി ചേർത്തെടുക്കാം. ഇത് കൂടാതെ തന്നെ കോളിഫ്ലവർ ചേർക്കാം, മഷ്റൂം ചേർക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. മസാലകൾ വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇവ രണ്ടും മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഈ മസാലകളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. ഒരു 2-3 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലകളും അതുപോലെ തന്നെ പച്ചക്കറികളും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒതുക്കി വയ്ക്കുക. ഇനി ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിലാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. പച്ചക്കറികൾ വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു കാര്യം റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പാൻ എടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കടായിയാണ് എടുത്തേക്കുന്നത്. ഇതിലോട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ എടുക്കുന്നത് നമ്മൾ എത്രയാണോ അരി എടുത്തേക്കുന്നത് അതനുസരിച്ചിട്ടാണ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കേണ്ടത്. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1.25 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ബേ ലീവ്സ്, കുറച്ച് സായി ജീര, കുറച്ച് മല്ലിയില, ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പുതിന ഇലയും കൂടി ചേർത്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പച്ചക്കറികൾ വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആവിയിൽ കിടന്നോണം പച്ചക്കറികൾ വെന്ത് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുന്നുണ്ടോ, പച്ചക്കറികൾ ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്.
ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്. ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് ചേർക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സും കൂടി ചേർക്കാം. ഇതിനൊന്നും അധികം വേവില്ല, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് ആ മസാലകൾ എല്ലാം കൂടി ഇതിലോട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം ഇനി പുലാവിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി വെള്ളമൊക്കെ മാറിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ വെള്ളം മാറ്റിയതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും ഒരു അരിപ്പയിലിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അരി ഇടുമ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടാനും കൂടി ശ്രദ്ധിക്കണേ. അരിയും കൂടെ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യലേ, സമയം എടുത്ത് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നാൽ മാത്രമേ നമ്മളുടെ ആ വിചാരിക്കുന്ന ടേസ്റ്റ് പുലാവിന് കിട്ടത്തുള്ളൂ. ഈ സമയം കൂടെ നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച വെള്ളം നന്നായിട്ടും തിളച്ച് കിട്ടിയിട്ടുണ്ട്. ലിഡ് ഓപ്പണാക്കി കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ അരിയും മസാലകളും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തിളപ്പിച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി തിളപ്പിക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈമും കൂടി ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ വെള്ളം കൂടിപ്പോകാനും പാടില്ല, എന്നാൽ വെള്ളം കുറയാനും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കുക. എന്തായാലും നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കേണ്ടി വരും. അപ്പോൾ ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് അരമുറി നാരങ്ങയുടെ ജ്യൂസ് ചേർക്കാം. ഇതിപ്പോൾ 1 ഗ്ലാസ് അരി ചേർക്കുന്നതുകൊണ്ടാണ് അരമുറി നാരങ്ങയുടെ ജ്യൂസ് ചേർക്കുന്നത്. 2 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ 1 നാരങ്ങയുടെ ജ്യൂസ് ചേർക്കാം. നാരങ്ങയുടെ ജ്യൂസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു സ്വാദും അതുപോലെ തന്നെ ചോറ് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. ഇനിയും ലിഡ് അടച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് ആയപ്പോൾ ഗ്യാസ് ഓഫാക്കി. പിന്നെ ഒരു 10 മിനിറ്റ് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി ലിഡ് ഓപ്പൺ ആക്കി നോക്കാം. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കാണിച്ചു തരാം. നോക്കുന്നുണ്ടോ, ചോറ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ പാകത്തിനായിരുന്നു. പുലാവിന് ടേസ്റ്റ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ചോറ് വേവിക്കുന്ന രീതിയാട്ടോ. അതായത് ചോറ് വേവിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. ഈ ഒരു അളവിലാണ് ഞാൻ സാധാരണ തയ്യാറാക്കുന്നത്. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇന്നത്തെ വെജിറ്റബിൾ പുലാവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ നമ്മൾ പുലാവൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും. അതുപോലെ തന്നെ ഇതിൽ സോയ ചങ്ക്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പുലാവാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്